ഹല്ലേലൂയ, സ്തോത്രം. പത്രോസിൻ്റെ 1 ലേഖനം 4 അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, കഷ്ടമനുഭവിക്കുക അതൊരു ആയുധമാണ്. ഈ ആയുധം ആരോട് പ്രയോഗിച്ചു? ഹലോ, ഈ ആയുധം പഴയ നിയമത്തിൽ ഒരു വ്യക്തിയോട് പ്രയോഗിച്ചു. ആരാന്ന് പറയാമോ? യോബിനോട്. അവൻ്റെ സമ്പത്ത് മുഴുവൻ തകർത്തു, അവൻ്റെ കുടുംബം മുഴുവൻ പോയി. കഷ്ടതയുടെ തീച്ചൂളയിൽ ഇരുന്നു കൊണ്ട് ഒരു ഓടിൻ്റെ കഷ്ണം എടുത്തിങ്ങനെ ചുരണ്ടി ചുരണ്ടി ആ മുറിവിൽ ചുരണ്ടി അതിൻ്റെ പൊറ്റകളെല്ലാം പൊടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിസ്സിസ് ജോബ് വന്ന് ചോദിക്കുന്നു, നീ ഇങ്ങനെ ഇരുന്ന് ചാകേണ്ട കാര്യമെന്ത്? നീ ദൈവത്തെ തള്ളിക്കളഞ്ഞ് നിന്റെ വിശ്വാസം ത്യജിച്ച് കളഞ്ഞ് എഴുന്നേറ്റ് പോ. അപ്പോൾ മിസ്സിസിനെ വിളിച്ചൊരു പേരാണ് എന്താണ്? പൊട്ടി. പൊട്ടി പോഷി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, മഹാകവി സൈമൺ സാർ. അതൊക്കെ ഒന്ന് പഠിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. നീ ഒരു പൊട്ടിയാണ്, നീ ഒരു പോഷിയാണ്. ദൈവത്തിൽ നിന്ന് നന്മയും തിന്മയും നാം അനുഭവിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് അവിടെ ശാസിക്കുന്നത് കാണാൻ. പ്രിയമുള്ളവരെ, കഷ്ടതയുടെ മർമ്മം സത്യവേദ പുസ്തകത്തിലൂടെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരും വിശ്വാസികളും മനസ്സിലാക്കി നമ്മൾ മുൻപോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ നിത്യത നഷ്ടമാകും, സൂക്ഷ്മ നഷ്ടമാകും. കാരണം പിശാചിൻ്റെ പോരിനെതിരെയുള്ള ഒരു ആയുധമാണ് കഷ്ടത എന്ന ഭാവം. അങ്ങനെയല്ലേ പറയുന്നത്? കഷ്ടത എന്ന ഭാവം. ക്രിസ്തുജനത്തിൽ കഷ്ടത വിളിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. അപ്പൊ കഷ്ടത എന്ന ഭാവം എന്ന ആയുധം ഇല്ലെങ്കിൽ എന്തോ പറ്റും? പിശാചിനോട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് 7 ആയുധമുണ്ട്, നടക്കില്ല. 7 ആയുധം ഒരുപോലെ പ്രാധാന്യമുള്ളതുപോലെ ഈ 8ാമത്തെ ആയുധവും പ്രാധാന്യമുള്ളതാണ്. പെന്തക്കോസ്തുകാരെ തിരിച്ചറിയില്ലെങ്കിൽ ഇന്നു മുതൽ അറിഞ്ഞോ, 8ാമത്തെ ആയുധം ക്രിസ്തു അനുഭവിച്ചു. അതാ ഇവിടെ പത്രോസ് ആദ്യം പഠിപ്പിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ക്രിസ്തു നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി മരണമെന്ന കഷ്ടത അനുഭവിച്ചു. യഹൂദന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടു. റോമൻ നാണയം കൊണ്ട് താടി പിഴുതെടുത്തു, മുഖത്ത് തല്ലി, ഹല്ലേലൂയ, തുപ്പി, മുഖത്ത് തുപ്പി. പ്രവാചകൻ പറയുന്നു, മുതുക് ഉഴവ് ചാൽ പോലെ ഉഴുതുമറിച്ചു. പുരോഹിതൻ കന്നത്തടിച്ചു. ഘോരമായ പീഡയിലൂടെ കഷ്ടതയിലൂടെ കർത്താവ് കടന്നുപോയി. എന്തിനു വേണ്ടി? എന്നെയും നിന്നെയും രക്ഷിക്കാൻ, എന്നെയും നിന്നെയും ദൈവമക്കളാക്കി മാറ്റാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കഷ്ടത ഒരു ആയുധമാണ്. ആ ആയുധം വേണ്ടെന്നാരും പറയരുത്. അങ്ങനെ പറഞ്ഞാലോ പിശാചിനോട് പോരാടാൻ പറ്റത്തില്ല. കഷ്ടത എന്ന ആയുധം എടുത്ത് പിശാചിനോട് പോരാടണം. പൗലോസ് 7 തരുന്നെങ്കിൽ 8 പത്രോസ് കൂടി തരുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നിങ്ങളിത് മനസ്സിലാക്കി മുൻപോട്ട് പോയില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ പിശാചിൻ്റെ പോരാട്ടത്തിൽ തകർന്നു പോകാനിടയായിത്തീരും. കാരണം കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിച്ചുകൊണ്ട് പിശാചിനോട് യുദ്ധം ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇത് നമ്മൾ വചനത്തിലൂടെ ഗ്രഹിക്കണം. ഇത് മാത്രമല്ല, കഷ്ടതയെക്കുറിച്ച് പത്രോസ് പറയുന്ന ഇതേ അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെയുള്ള വാക്യം കൂടി അത് നിങ്ങൾ വായിക്കണം. ഇതിന്ന് പ്രസംഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് എന്തായാലും ഈ ചാപ്റ്റർ മുഴുവൻ പഠിക്കുമ്പോൾ ആ വിഷയം കയറി വരും. അത് വേറൊരു സമയമായിരിക്കാം ഒരുപക്ഷെ അത് പ്രസംഗിക്കപ്പെടുന്നത്. ഇനി ഈ ഭാവത്തിൽ നിന്ന്, ഈ വാക്യത്തിൽ നിന്ന് പറഞ്ഞിട്ട് മറ്റു താഴെ ഭാഗത്തേക്ക് നമ്മൾ വരിക. സ്തോത്രം. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചു. പൗലോസ് ജഡത്തിൽ കഷ്ടമനുഭവിച്ചു. വലിയ രോഗമായിരുന്നു.
മാറിപ്പോകാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്തോ പറഞ്ഞു കർത്താവ്? എൻ്റെ കൃപ നിനക്ക് മതി. ആ കഷ്ടത കർത്താവ് മാറ്റിക്കൊടുത്തില്ല. ആ രോഗം ദൈവം മാറ്റിക്കൊടുത്തില്ല. ആ ശൂലം ദൈവം മാറ്റിയില്ല. ആ രോഗത്തോടെ ഇരുന്ന് കർത്താവിനെ സേവിച്ച് അവൻ നിത്യതയിൽ പോയി. രോഗശാന്തി പ്രാപിച്ച് പണമുണ്ടാക്കി, കാശുണ്ടാക്കി, കൊഴിപ്പിച്ച് നരകത്തിൽ പോകുന്നവരല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നേ? മനസ്സിലായോ സഹോദരങ്ങളെ? കണ്ഠക്ഷോഭം ചെയ്ത് ഞാൻ പറയട്ടെ, കഷ്ടതയുടെ മർമ്മം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ വായിച്ച് പഠിക്കണം. ഒരു വിശ്വാസിക്ക് ദൈവം വെച്ചിരിക്കുന്നതാണ്. അത് മാറിപ്പോകാൻ വേണ്ടി ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നാം മന്ദബുദ്ധിയുള്ളവരായി പോകും. വീടോട് വീട് കൂട്ടുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്തവൻ അയ്യോ കഷ്ടം. എൻ്റെ ജോലിയോട് ചോദിച്ചാൽ കഷ്ടവും കുഷ്ഠവും വരും അവർക്ക്. കുഷ്ഠം പാപമാണ്, പാപത്തിന് നിഴലില്ല. മനസ്സിലായോ? സുവിശേഷകന്മാരെ എനിക്കറിയാം. ഒരു ഗൾഫ് യാത്ര കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് സ്ഥലം വാങ്ങിയിടുക, എന്നിട്ട് പ്രസംഗിക്കുകയാണ്. തട്ടുപൊളി പ്രസംഗവും. വലിയൊരു ദിവസം പ്രസംഗിച്ചു. തീയെന്ന് കേൾക്കുമ്പോൾ എന്താ വലിയ അസ്വസ്ഥത. അപ്പം ഞാൻ മറുപടി പറഞ്ഞു, തീയെന്ന് കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥതയും ഇല്ല പാസ്റ്ററെ. ആ തീ നല്ല തീയാണോ അന്യാഗ്നിയാണോ എന്നുള്ളത് ഓർത്താണ് ഭയം. അന്യാഗ്നിയാണെങ്കിൽ അഹരോന്റെ മക്കളെ പോലെ ആയിത്തീരും. ദൈവത്തിൻ്റെ ഇടയിൽ തീ കത്തുന്ന ചിലരൊക്കെ പറയും, ഇപ്പൊ തീ കത്തിക്കൊണ്ടിരിക്കുന്ന പല സ്ഥലത്ത്. തീയിൻ്റെ ശുശ്രൂഷ നടക്കുക, അഗ്നിയുടെ ശുശ്രൂഷ നടക്കുക. ഓരോ അഗ്നിയുടെ ശുശ്രൂഷ നടക്കുന്നില്ല. ഞാൻ വചനത്തിലൂടെ വിവേചിച്ചപ്പോൾ അതല്ല, അന്യാഗ്നിയാണ്. അഹരോന്റെ മക്കൾ പോയതുപോലെ പോകത്തക്ക അഗ്നിയാണ് അവിടെ കത്തുന്നത്. എന്താ പാസ്റ്റർ പിന്നെ പോകാത്തത്? അതാണ് കൃപായുഗം എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് പോയെന്ന് വരില്ല. ഏത് തോന്നിയവാസം കാണിക്കുന്നവനും, ഏത് തോന്നിയവാസം വിളിച്ചു പറയുന്നവനും ദൈവം പെട്ടെന്ന് ശിക്ഷ കൊടുക്കുന്നില്ല. കാരണം ഇതൊരു കൃപായുഗമാണ്. കൃപ കാണിക്കുക. മടങ്ങി വരുമോ, യഥാസ്ഥാനപ്പെടുമോ എന്നോർത്ത് ദൈവം നോക്കിയിരിക്കുക. അവസാനം പറ്റുന്നില്ലെങ്കിൽ തട്ടി നരകത്തിലോട്ട് കളയും. ഞങ്ങളെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചൊരു സാറ് പറഞ്ഞതാ, മിസ്രൈമിലെ അടിമത്തത്തിൽ കിടന്നവര് കർത്താവ് എന്ത് ചെയ്തു? അവർ വിടുവിച്ചെടുത്തു. അവർക്ക് മന്ന കൊടുത്തു, സൗഖ്യം കൊടുത്തു, വെള്ളം കൊടുത്തു, കാടപ്പക്ഷി കൊടുത്തു. അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറി. അവിടെ ഉടുപ്പ് ജീർണിച്ചു പോയില്ല, ചെരുപ്പ് തേഞ്ഞിച്ചു പോയില്ല. ഒരു മെഡിക്കൽ സെൻ്ററും ഒരു റെനിമെഡിസിറ്റിയും ഒരു ഡിസി ഹോസ്പിറ്റലും ഒരു ഹോസ്പിറ്റലുകളും അവിടുത്തെ പാളയത്തിൽ ഇല്ലായിരുന്നു. സർവശക്തനായ ദൈവം അവർക്ക് ആരോഗ്യവും ബലവും ശക്തിയും കൊടുത്ത് നടത്തി. ഒരു ബലഹീനലും അവരിലില്ലായിരുന്നു. എന്നിട്ടും അവർ വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കാതെ രണ്ടുപേരൊഴികെ മരുഭൂമിയിൽ ചത്തൊടുങ്ങി. മരുഭൂമിയിൽ അവരെ തള്ളിയിട്ട് കളഞ്ഞു. മരുഭൂമിയിൽ അവരെ നശിപ്പിച്ചു, അവരെ കൊന്നൊടുക്കി. എന്താ കാര്യം? അനുസരണക്കേട്. ഏതൻ പൂങ്കാവനത്തിൽ നടന്ന വലിയ പാപം അനുസരണക്കേടും. പെന്തക്കോസ് ഗോളമേ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ആ ചത്തൊടുങ്ങിയ യഹൂദന്മാരെ പോലെ അല്ലെങ്കിൽ ഇസ്രയേൽ മക്കളെ പോലെ നമ്മളുമായി തീരും. പറയാൻ എന്തിനാ ഇത്ര പേടി? പറയാൻ എന്തിനാ പേടിക്കുന്നേ? ഹല്ലേലൂയ. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പി. മനസ്സിലായില്ലേ? ഈ കഷ്ടത ഒരു ആയുധം. യോബ് ആയുധം വെച്ച് എന്ത് ചെയ്തു? പറ. സാത്താനെ എതിരിട്ടു. മിസ്സിസ് ജോബിനോട് എതിരിട്ടു. ജോബ് ജയിച്ചു. ഇത് അനേക പാസ്റ്റർമാർ തോറ്റുകിടക്കുന്ന ഒരു മേഖലയാണ്. അനേക യൂത്ത് പാസ്റ്റർമാർ എന്ന വേഷം കേട്ട് തോറ്റ് തുന്നം പാടിയിരിക്കുന്ന ഒരു മേഖലയാണിത്. കഷ്ടത സഹിക്കാൻ തയ്യാറല്ല. ഒരു ഉപദേശി, പേര് പറയുന്നത് നാണക്കേടാ, വായിൽ ആ പേര് പറയാൻ പോലും കൊള്ളത്തില്ല. പുള്ളി പറയുന്നത് എങ്ങനെയാണ്? ധനവാനാക്കുന്നെന്ന് പറയല്ലേ, സമ്പന്നൻ സമ്പന്നൻ സമ്പന്നൻ. ഞാൻ പറയുന്നത് സമ്പന്നനല്ല, പന്നൻ. എന്ത് സമ്പന്നൻ?
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രതിലേഖനത്തിലെ ഒരു പ്രസിദ്ധമായ വാക്യമാണ്. കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായതിൽ തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നനാകാൻ കർത്താവ് ദരിദ്രനായി. നമ്മൾ ഏത് സമ്പന്നത? അമേരിക്കൻ ഡോളറോ, യൂറോ ഡോളറോ, പൗണ്ടോ, റിയാലോ, ഖനിയോ, ഏതാ? ഒന്ന് പറഞ്ഞേ. ഇതുപോലെ വചനത്തെ കോട്ടിക്കളയുന്ന ഒരു സമൂഹമായി പെന്തക്കോ സമൂഹം അധപ്പതിച്ചു പോയി, ജീർണിച്ചു പോയി. കോടിക്കണക്കിന് രൂപ എൻ്റെ ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെ മാറ്റിത്തരാൻ ഞാൻ സന്നദ്ധനാണ്, എനിക്ക് പകുതി തരണമെന്ന്. ഈ ഇന്ത്യ മഹാരാജ്യത്തെ കിടിലം കൊള്ളിച്ച് ശുശ്രൂഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ദുരുപദേശി, ആളും പേരൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇതൊക്കെ എന്ത് തട്ടിപ്പാണ്! 8 പോക്കറ്റും ചാരിറ്റബിളിൽ കൂടി മാറ്റിത്തരാമെന്ന് പറയുന്നതും, വളയും മാലയും ഇടുന്നതെന്ന് പറയുന്നതും, കുറപ്പിക്കുന്നതും, ചിരിപ്പിക്കുന്നതും, ഛർദ്ദിപ്പിക്കുന്നതും, ഉന്തിയിടുന്നതും, ഊതിയിടുന്നതും, പിന്നെ ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി കിടന്ന് തലയറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരുമാണ്. വിട്ടോടിപ്പോക്കോ. ഇന്നലെ രാവിലെ ഒരു കേട്ടു, ഒരു കേരളത്തിലെ ഏറ്റവും വലിയൊരു ചർച്ച, ഇന്ത്യയിലെ ഒരു ചർച്ച എന്ന് വേണമെങ്കിൽ പറയാം. അവർ 2 ഡിവിഷനുണ്ട്. ഡിവിഷൻ 1, ഡിവിഷൻ ബി. ജാതി കുറഞ്ഞവനെയും ജാതി കൂടിയവനെയും ഇവരുടെ കണ്ണ് സാത്താൻ കുത്തിപ്പൊട്ടിച്ച് ശിംശോനെ പോലെ മാവാട്ടിച്ചുകൊണ്ടിരിക്കുക. ആത്മീക കുരുടന്മാരും ആത്മീക ദരിദ്രന്മാരും ആത്മീക നഗ്നന്മാരും ആയിരിക്കുന്നുവെന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവരെക്കുറിച്ചാണെന്ന്. ഇനിയെങ്കിലും വിശ്വാസികളെ, ദൈവമക്കളെ, പ്രബുദ്ധരായ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ചതിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എ ഡിവിഷൻ, ബി ഡിവിഷൻ ചതിയാണ് ചെയ്യുന്നത്. ഇലക്ഷൻ നടത്തി കോട കൊടുത്ത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടി കൂട്ടുന്നത് ചതിയാണ്. ഇലക്ഷൻ നടത്തുമ്പോൾ സ്റ്റാർ വെച്ച പോലീസുകാരെ വിശുദ്ധന്മാർ ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ വലിച്ചു കയറ്റുന്നത് പാപമാണ്. കൊടിയ ശിക്ഷ നിങ്ങളുടെ മേൽ വരും. എന്തുകൊണ്ടും എനിക്കിതൊക്കെ പറയാനുള്ള പ്രേരണ കിട്ടുന്നുള്ളൂ ഞാനങ്ങനെ പറയുക. ഈ കാലം അധികമില്ല. സുവിശേഷത്തിന് വേണ്ടി ഒരു രക്തസാക്ഷി ആകേണ്ടി വന്നാൽ പെരുത്ത് സന്തോഷം. ഹല്ലേലൂയ. ഈ വികൃതമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ജനത്തെ ഗ്രഹിപ്പിക്കാനായിട്ട് ദൈവം എന്നെ വേർതിരിച്ചിരിക്കുക. ചിലരൊക്കെ പറയുന്നുണ്ട് ഒത്തിരി കട്ടി കൂടിപ്പോകുന്നുണ്ട്. കട്ടി കുറയ്ക്കാനായിട്ട് നോക്കിയിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഷ്ടത മാറ്റാനായിട്ട് നിങ്ങൾ ആരും പ്രാർത്ഥിക്കല്ലേ. കഷ്ടത നിന്നെ ശുദ്ധീകരിക്കുക, കഷ്ടത നിന്നെ തികഞ്ഞവനാക്കുക, കഷ്ടത നിന്നെ കിരീടമണിയിക്കാനായിട്ടാണ് പോകുന്നത്. അത് വേണ്ടെന്ന് നീ പറയല്ലേ. കഷ്ടം അനുഭവിച്ച് നീ തികഞ്ഞവനാക്. യാക്കോബിന്റെ സന്തതികളിൽ ഒരു മഹാനായ മനുഷ്യനുണ്ടല്ലോ, അവന്റെ പേരെന്താ? യോസേഫ് ആരായിരുന്നു? കഷ്ടതയുടെ തീച്ചുളയിലൂടെ പോയവനാ. സ്വന്തം സഹോദരങ്ങൾ ഉപദ്രവിച്ച് വിറ്റ് അവനെ വിറ്റ് പുട്ടടിച്ചു. ഇന്ന് വചനം വിറ്റ് പുട്ടടിക്കുന്ന പോലെ. ഇന്ന് പുസ്തകത്തിലെ ഉപദേശം വിറ്റ് പുട്ടടിക്കുകയല്ലേ പലരും. കോടികൾ ഉണ്ടാക്കുകയല്ലേ, സമ്പാദിച്ചു വെക്കുകയല്ലേ. അതുപോലെ അവനെ വിറ്റു. സഹോദരന്മാരെ പുട്ടടിച്ച് കാണും. അവർ വിറ്റ് പുട്ടടിച്ച് കാണും. എല്ലായിടത്തും പോയി കോഴിയിറച്ചി പോത്തിറച്ചിയൊക്കെ തിന്ന് കാണും. അല്ല പിന്നെന്താ. അവസാനം അവൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി നിന്നുകൊണ്ട് ഇങ്ങനെ പറയുക, ഞങ്ങളൊരപ്പൻ്റെ മക്കൾ 11 പേർ ഞങ്ങളുണ്ട്. ഒരാളെ മൃഗം കടിച്ചു കീറി തിന്നു. ഇനി ഒരാളെ ഉള്ളൂ. ആരോടാ പറയുന്നത്? കടിച്ചു കീറി തിന്നു ചത്തുപോയെന്ന് പറയുന്നവരുടെ മുമ്പിൽ നിന്നിട്ടാണ് ഈ പോസ്റ്റ് വിളിച്ച് പറയുന്നത്. അതാണ് അവനവൻ ചെയ്ത പ്രവൃത്തി അവനവൻ അനുഭവിക്കുള്ളൂ. മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും. സഹോദരങ്ങളെ, പാസ്റ്റർമാരെ, സെക്രട്ടറിമാരെ, പ്രസിഡന്റുമാരെ, ഖജാൻജിമാരെ, കൗൺസിൽ മെമ്പർമാരെ, നിങ്ങൾ വിതയ്ക്കുന്ന ദുഷ്ടതകൾ നിങ്ങൾ കൊയ്തെടുക്കുന്ന സമയം വരുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കഷ്ടത വേണ്ടെന്ന് ആരും പറയണ്ട. കഷ്ടതയെ നമ്മെ വിശുദ്ധന്മാരെ ഒരുക്കിയെടുക്കുന്ന അനുഭവമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അത് ഉൽപ്പത്തി മുതൽ പഠിച്ചു വന്നിട്ട് എനിക്ക് മനസ്സിലായ സത്യവും ഞാൻ വിളിച്ചു പറയുന്നത്. കോടികൾക്ക് വാങ്ങിക്കൂട്ടുമ്പോൾ സൂക്ഷിച്ചോ, നരകത്തോട് നീ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് സൂക്ഷിച്ചോ. വിറ്റുപറയ്ക്ക് ദരിദ്രം കൊടുത്തിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ ദൈവത്തെ സേവിക്കേ. എൻ്റെ നിക്ഷേപം കൊണ്ടെടുത്ത് എൻ്റെ ഹൃദയം ഇരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. പലരുടെയും നിക്ഷേപം ഉള്ളിടത്ത് ഹൃദയം ഇരിക്കും. അതാണ്ടോ അഹങ്കാരം കൂടുന്നത്. അതൊക്കെ ദൈവം പൊളിച്ചു കളയും. ഓ സ്വത്രം, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ ദുഃഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. അതുകൊണ്ട് കഷ്ടതയെക്കുറിച്ച് നിങ്ങൾ ആരും ശാസിക്കാനോ തർജ്ജനം ചെയ്യാനോ ഒന്നും പോണ്ട. നിങ്ങൾ ആ കഷ്ടതയിൽ തികഞ്ഞു വരുവാൻ, ആ കഷ്ടതയിലൂടെ നിങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ചു വരുവാൻ, ആ കഷ്ടതയിലൂടെ നിങ്ങൾ കഴുകൽ പ്രാപിക്കുവാൻ, ആ കഷ്ടതയിലൂടെ നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിൽക്കുവാൻ, അത് ദൈവം വെച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കി സന്തോഷത്തോടെ സ്തോത്രത്തോടെ അത് അനുഭവിച്ച് ദൈവത്തിന് നന്ദി കൊടുത്ത് മുൻപോട്ട് പോകുവാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് അടുത്ത വാക്യത്തിലേക്ക് വരുന്നു. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എന്ത് മനസ്സിലായി? ജഡത്തിൽ കഷ്ടമനുഭവിച്ചിരിക്കുന്നവൻ, അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എത്ര ജീവിക്കേണ്ടതിന്. ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കും. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ കഷ്ടതയെക്കുറിച്ച് നമ്മൾ വചനത്തിലൂടെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാതെ ഒരക്ഷരം മിണ്ടരുതെന്നാണ് എൻ്റെ ഭാഷ. നിങ്ങൾക്ക് പറയാൻ അറിയില്ലെങ്കിൽ അത് പഠിച്ചവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അനുഗ്രഹം, നന്മ നന്മ എന്നൊക്കെ പറഞ്ഞാൽ അവസാനം എവിടെ പോയി വീഴും? നരകത്തിൽ പോയി വീഴും. അതുകൊണ്ട് കഷ്ടതയുടെ മർമ്മം ഗഹനമായി ഉൽപ്പത്തി മുതൽ നിങ്ങൾ വേദപുസ്തകം ഉടനീളം പഠിക്കും. ഞാനത് അല്പം പഠിച്ചത് കൊണ്ടാണ് പറയുന്നത്. ഈ കഷ്ടതയെക്കുറിച്ച് ഏതൊക്കെ നിലയിൽ കഷ്ടത ആർക്കൊക്കെ എന്തൊക്കെ നിലയിൽ എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് അതിൻ്റെ 12 മുതൽ 18 വരെയുള്ള വാക്യത്തിലുണ്ട്. കഷ്ടതയെ രണ്ടായിട്ട് പത്രോസ് വിഭാഗിക്കുക ചെയ്യും. രണ്ടായിട്ട് വിഭജിക്കുക, ഭാഗിക്കുക. രണ്ട് നിലയിലുള്ള കഷ്ടതകൾ. ഒന്ന്, ദൈവം അനുവദിക്കുന്ന കഷ്ടത അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ടുള്ള കഷ്ടത. രണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റുകുറ്റുകൾ കൊണ്ടുള്ള കഷ്ടത, അനുസരണക്കേട് കൊണ്ടുള്ള കഷ്ടത. ഇന്നത്തെ പെന്തക്കോ സമൂഹം അനുഭവിക്കുന്ന കഷ്ടത മുഴുവൻ അവിടെ അനുസരണക്കേട് കൊണ്ടാണ്. ക്രിസ്തു നിമിത്തം അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് സന്തോഷമുണ്ടാവും, സമാധാനമുണ്ടാവും, പ്രത്യാശയുണ്ടാവും. അല്ലാത്ത കഷ്ടതകൾക്ക് അയ്യംവിളി മാത്രമേ കാണൂ. പണ്ട് ഗാനവച്ചാൻ പറഞ്ഞ പോലെ പെന്തക്കോസ്തുകാർ അയ്യോ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? കയ്യിരിപ്പുണ്ട്. കൂടുതലും ഗൾഫ് യാത്ര ചെയ്യുന്ന പാസ്റ്റർമാരാണത് കൂടുതലും. അവർ വിദേശത്ത് പോയി പണം ഉണ്ടാക്കിയിട്ട് പണത്തിൻ്റെ പുറത്ത് അവരുടെ ആത്മീയം മുഴുവൻ കുളിച്ച് കളഞ്ഞിട്ട് അവസാനം കഷ്ടത വരുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. പ്രത്യാശ പോയി, സന്തോഷം പോയി, സമാധാനം പോയി, രക്ഷാനുഭവങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി. അതാണ് ലബോദിക്കുക. രക്ഷാവസ്ത്രം, നീതിവസ്ത്രം നഷ്ടപ്പെടുത്തി. രക്ഷയുടെ സന്തോഷം പോയി. ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾ വിറ്റ് തിന്നപ്പോൾ ദരിദ്രനായി, ആത്മീകമായി. പരിശുദ്ധാത്മാവിൽ വചനം പ്രസംഗിക്കാനും പരിശുദ്ധാത്മാവിൽ വചനത്തിൻ്റെ വെളിപ്പാടുകളെ ഗ്രഹിക്കാനും കഴിയാതെ വന്നപ്പോൾ കുരുടന്മാരായി. കുരുടൻ, ദരിദ്രൻ, നഗ്നൻ. ആ മൂന്നവസ്ഥ തിരിച്ചു പ്രാപിച്ചാലേ പെന്തക്കോസ്തുകാർ സ്വർഗത്തിൽ പോകുകയുള്ളൂ എന്ന് ഞാൻ ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇനി പ്രസംഗിക്കാനും പോവുക. അത് കേട്ടേ പറ്റൂ. എല്ലാവരും കേട്ടേ പറ്റൂ. കേൾക്കാതെ പറ്റുക രക്ഷയില്ല. കാരണം ദൈവം അനുവദിച്ചു വച്ചിരിക്കുന്ന, ദൈവം പറഞ്ഞു വച്ചിരിക്കുന്ന വ്യവസ്ഥയെ തകിടം മറിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആത്മീയ ഗോളം മുൻപോട്ട് പോകുന്നത്.
അതുകൊണ്ടാണ് ഇന്നത്തെ ആത്മീയ ഗോളം ജീർണിച്ച് കിടക്കുന്നത്, നശിച്ച് നാമാവിശേഷമായി കിടക്കുന്നത്. പെന്തോക്കോസ് സമൂഹത്തെ മറ്റുള്ളവർ എന്ത് ചെയ്യുക? പരിഹസിക്കുക. ബ്രിട്ടാസ് എന്ന് പറഞ്ഞൊരു ഭക്തനല്ല, സോറി, ഐ എം റിയലി സോറി, ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ, ഒരു MP ഒക്കെയാണ് പുള്ളി പെന്തോക്കോസുകാരെ പുച്ഛമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള പെന്തോക്കോസുകാർക്ക് സഹിക്കാൻ പറ്റിയില്ല. അവര് ബ്രിട്ടാസിനെതിരെ വാളോങ്ങി. അവസാനം ബ്രിട്ടാസ് എന്ത് ചെയ്തു? അത് തിരിച്ചു പറയേണ്ടി വന്നു, ക്ഷമായാനം നടത്തേണ്ടി വന്നു. എന്തിനാ? വോട്ട് കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ അവൻ മനസ്സോടെ ഒന്നും പറഞ്ഞതല്ല. എന്നാൽ ബ്രിട്ടാസ് പറഞ്ഞതിൽ സത്യമുണ്ടോ എന്ന് പെന്തോക്കോസ് സമൂഹമേ നിങ്ങൾ ശോധന ചെയ്യണം. നമ്മളെ മറ്റുള്ളവർ പുച്ഛിക്കുന്നത് എന്തുകൊണ്ട്? നമ്മുടെ പ്രസ്ഥാനത്തെ വിടക്കുന്നത് എന്തുകൊണ്ട്? നമ്മുടെ ചർച്ചകളെ മറ്റുള്ളവർ ദൂരത്തു നിന്ന് നോക്കിയിട്ട് കൊള്ളയടിക്കുന്നവരാണ്, കാശുണ്ടാക്കുന്നവരാണ്, ധനസമ്പാദനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവരാണെന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിക്കുന്നത് എന്തുകൊണ്ട്? അത് ഒട്ടും ഇല്ലാഞ്ഞിട്ടാണോ അവർ പരിഹസിക്കുന്നത്? പണ്ടൊരു പഴമൊഴിയുണ്ട്, തൂറാതെ നാറുമോന്ന്. എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ കാര്യമുള്ള ഉണ്ടാകത്തുണ്ടോ ആണോ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് കഷ്ടതയുടെ മർമ്മം, കഷ്ടതയുടെ ആ വിഷയങ്ങൾ ആഴത്തിൽ നമ്മൾ പഠിച്ചെടുക്കണം. ഇവിടെ പത്രോസ് പറയുന്നത് ശ്രദ്ധിക്ക്, ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ജീവിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അപ്പൊ കഷ്ടതയിലൂടെ ഇവിടെ എന്ത് കിട്ടും? പാപം വിട്ടൊഴിയാൻ കൃപ ലഭിക്കും. മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിയാൻ കഷ്ടത ഗുണമായി ഭവിക്കുന്നു. അങ്ങനെ പാപം വിട്ടൊഴിഞ്ഞാലേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുകയുള്ളൂ. പെന്തോക്കോസുകാരെ, പാപം വെച്ചോണ്ട് എന്നാ ദൈവേഷ്ടം ചെയ്യാൻ? എന്തോ ഈ പാപം? അപ്പോസ്തലന്മാരുടെ ഉപദേശം നിങ്ങൾ പാസ്റ്റർ സാമും അത് ലംഘിച്ചാൽ അത് പാപമാ. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേൾക്കൊണ്ടിരിക്കുന്ന നിങ്ങളും നിങ്ങളത് ലംഘിച്ചാൽ നിങ്ങൾ പാപമാണ് ചെയ്യുന്നേ. പാപം ചെയ്താൽ പിന്നെ ദൈവേഷ്ടം ചെയ്യാൻ എങ്ങനെ പറ്റും? ദൈവേഷ്ടം ചെയ്യുന്നവരെ സ്വർഗത്തിൽ പോകത്തുള്ളൂ. കർത്താവെ എന്ന് വിളിക്കുന്ന ഏവരുമില്ല, സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ ഇത്രയും സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അപ്പൊ സ്വർഗരാജ്യത്തിൽ കിടക്കണ പോയി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം, അല്ലാതെ പറ്റില്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അടുത്ത് കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും സ്വത്രം മദ്യപാനത്തിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും നടന്ന് ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. അപ്പോൾ കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടികളിലും വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. കാമാർത്തി, മോഹം, വീഞ്ഞുകുടി, വെറിക്കൂത്ത്, മദ്യപാനം, വിഗ്രഹാരാധന, ഇതെല്ലാം ഇന്നത്തെ പെന്തോക്കോസുകാർക്കുണ്ട്. എല്ലാവരും കള്ളുകുടിക്കുക എന്ന് പറഞ്ഞു വരികയല്ല ഞാൻ. പെന്തോക്കോസ് സമൂഹത്തിൽ കള്ളുടിയന്മാരുണ്ട്. കാമാർത്ഥികളിൽ ഏർപ്പെടുന്നവരുണ്ട്, അന്യായമായ മോഹങ്ങളിൽപ്പെടുന്നവരുണ്ട്, വീഞ്ഞു കുടിക്കുന്നവരുണ്ട്, വെറിക്കൂത്തുകളുണ്ട്. വെറിക്കൂട്ടെന്ന് പറഞ്ഞാൽ സിനിമാ, നാടകം, സീരിയൽ. വെറിക്കൂത്ത് ജഡത്തിൻ്റെ പ്രവൃത്തി എന്ന ഗലാത്യ ലേഖനം 5-ാം അധ്യായം. വെറിക്കൂത്ത് ജാതികളുടെ നടപ്പെന്ന് 1 പത്രോസ് 4-ാം അധ്യായം. വെറിക്കൂത്തുകൾ മദ്യപാനിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരയിൽ നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോയി. അപ്പൊ ജാതികളുടെ പ്രവൃത്തിയാണ് വെറിക്കൂത്തെന്ന് പത്രോസ് പഠിപ്പിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ വെറിക്കൂത്ത് ജഡത്തിൻ്റെ പ്രവൃത്തി. നമുക്കതൊന്ന് എടുക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം നമുക്ക് വായിക്കാം. അതിൽ ഞാൻ എടുത്തു തരാം ആ പാപത്തിൻ്റെ പട്ടിക. ഗലാത്യ ലേഖനം 5-ൽ ഇങ്ങനെ കാണുന്നു.
ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാര്യം, പകാപിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ഭിന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് എന്നിവ വെളിവാകുന്നു. അപ്പോൾ വെറുക്കൂത്ത് ഗലാത്യർ 5 ഭാഷയിൽ പറഞ്ഞാൽ ജഡത്തിന്റെ പ്രവൃത്തി. വെറുക്കൂത്ത് 1 പത്രോസ് 4 അധ്യായത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാതികളുടെ നടപ്പ്. ഇനി ഒന്നുകൂടിയുണ്ട്. റോമാലേഖനം 13 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വെറുക്കൂത്ത് ആരുടെയാണ്? ഇരുട്ടിന്റെ പ്രവൃത്തി. ആരുടെയെന്നല്ല, ഇരുട്ടിന്റെ പ്രവൃത്തി. ഇരുട്ടിന്റെ പ്രവൃത്തി. വെറുക്കൂത്ത് ഇരുട്ടിന്റെ പ്രവൃത്തി എന്ന് ഹല്ലേലൂയ. റോമാലേഖനം 13 അധ്യായം. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്കിപ്പോൾ അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പോൾ റോമാലേഖനം 13 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ ഇരുട്ടിന്റെ പ്രവൃത്തി വെറിക്കൂത്ത്. ഗലാത്യർ 5 അധ്യായം 19 മുതൽ 21 വാക്യത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികളായിട്ട് വെറിക്കൂത്തിനെ പഠിപ്പിക്കുന്നു അപ്പോസ്തലന്മാർ. അതുകൊണ്ട് അപ്പോസ്തലൻ സഭയെ പ്രസംഗിക്കാൻ പറയുന്നത്, തോന്നിയാസം പറയാതെ. മോശയുടെ പ്രമാണം വല്ലവരുമൊക്കെ പറഞ്ഞോട്ടെ. അത് അവരല്ലേ പറയേണ്ടത്, നമ്മളാണ്. കർത്താവും അപ്പോസ്തലന്മാരും മോശയുടെ പ്രമാണം പ്രസംഗിച്ച് സഭയെ ആത്മീയമായി ഉണർത്തിയില്ല. ജോസഫ് തുമ്മനും ഞാനൊരു ക്ലിപ്പിട്ടത് നിങ്ങളെല്ലാവരും കേട്ട് കാണുമല്ലോ. എത്ര പേര് കേട്ടെന്ന് ആർക്കറിയാം. ചുമ്മാ കുത്തി വിടുക ചെയ്യുന്നു. പ്രവൃത്തി പുസ്തകം 9 അധ്യായത്തിലൊരു വാക്യം ഞാൻ വളരെ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. ഇത് പുതിയ നിയമസഭയെക്കുറിച്ച് പറയുക. പൗലൂസിന്റെ മാനസാന്തരത്തോടുകൂടി സഭ ശക്തിയോടെ വചനത്താൽ പോഷിപ്പിക്കപ്പെട്ടു. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദിയായ അപ്പോസ്തലന്മാരാൽ സഭ ശക്തിയോടുകൂടി പോഷിപ്പിക്കപ്പെട്ടു. ആത്മീയമായ വളർച്ചയിലേക്ക് വന്നു, ആത്മീയ വർദ്ധനവിലേക്ക് വന്നു, ആത്മീയ നിറവിലേക്ക് വന്നു. ഇന്നത്തെ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച് സഭയെ കുരുടന്മാരാക്കി, ദരിദ്രന്മാരാക്കി, നഗ്നന്മാരാക്കിയിട്ടിരിക്കുക. ഇതിനാരാ ഉത്തരവാദി? എന്നിട്ട് സാധാരണ മണ്ടയ്ക്ക് കൊണ്ട് വയ്ക്കുക. മനസ്സിലായോ? സഭയുടെ മൂല്യച്യുതിക്ക് കാരണക്കാരാരാ? മോശ പ്രമാണം വാങ്ങാൻ പോയപ്പോൾ ഇസ്രായേൽ മക്കൾ മരിക്കാൻ കാരണക്കാരാരായിരുന്നു? ഹലോ, അഹരോൻ. കാളക്കുട്ടി വറുത്തുണ്ടാക്കി. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണം. സഭയുടെ മൂല്യച്യുതിക്ക് കാരണം ശുശ്രൂഷകന്മാരാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾ എന്നോട് കൊമ്പ് കോർക്കണ്ട, നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ മതി. എനിക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഉള്ളൂ. പക്ഷേ ഉപദേശത്തെ തെറ്റിക്കുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് ആത്മീകമായ രോഷം വരും. അത് വന്നേ തീരൂ. അപ്പോൾ തിരുത്തണം. ഞാൻ ദൈവസഭയുടെ അന്തകനല്ല. ദൈവസഭയെ ദൈവരായ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിയെടുക്കുന്ന ശുശ്രൂഷകന്മാരിൽ ഒരു എളിയ പങ്ക് വഹിക്കുന്ന ഒരു സാധുവായ മനുഷ്യനാണ്. എന്നേക്കാൾ പ്രഗത്ഭന്മാർ ആത്മീയ കുളത്ത് കിടപ്പുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ വെളിക്കൂത്ത് ഇരുട്ടിൻ്റെ പ്രവൃത്തി, ജഡത്തിൻ്റെ പ്രവൃത്തി, ജാതികളുടെ നടപ്പ്. നോട്ടെഴുതി പഠിച്ചോണം. വെറുക്കൂത്തുണ്ടെങ്കിൽ വിട്ടോണം. അല്ലെങ്കിൽ ജാതികളുടെ നടപ്പ് നടന്ന് ജാതികൾ നരകത്തിൽ പോകുന്ന പോലെ പെന്തക്കോസുകാരൻ നരകത്തിൽ പോകും. ഇത് കേൾക്കുമ്പോൾ ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. ഞാനെന്ത് ചെയ്യാൻ? വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പോൾ ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ മനുഷ്യരുടെ ഇഷ്ടത്തിനെല്ലാം ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കഷ്ടതയിലൂടെ പാപം വിട്ടൊഴിയാനിടയായിത്തീരും. അതൊരു മർമ്മം നമ്മൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാലയം നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിൻ്റെ അതെ. അപ്പോൾ ജാതികളുടെ ഇഷ്ടമാണിതൊക്കെ. ദുർനടപ്പിൻ്റെ കവച്ചിലാൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കേണ്ടതിന് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു.
ഇപ്പൊ ദുർനടപ്പിന്റെ കവച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കേണ്ടതിന്, അവരോടെന്ന് പറഞ്ഞാൽ ആരാ? ജാതികളോട് ചേർന്ന് നടക്കാതിരിക്കേണ്ടതിന്, ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദൂഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവനോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കർത്താവ് ആരാണ്? ജീവികളെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ മനസ്സിലാക്കണം. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എന്താ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കാം. 2 തിമോഥെയോസ് 4:1. വളരെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. അപ്പൊ ജീവികൾക്കും മരിച്ചവർക്കും, ഇവിടെ ജീവികൾ എന്ന് പറയുന്ന കന്നുകാലികളെ കുറിച്ചല്ല, ഇരുകാലി മനുഷ്യനെ കുറിച്ച് പറയുക. മെൻപാസ എഡിക്കേറ്റഡ് അയിൻമെന്റ് എന്നൊരു തത്വചിന്തകൻ പറഞ്ഞു, മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചെങ്കിലും ഇന്നത്തെ ആധുനിക മനുഷ്യൻ, 2025-ലത്തെ ആധുനിക മനുഷ്യൻ മൃഗത്തിന് സമാനമാണെന്ന് ഒരുപോലെ നമ്മളെല്ലാവരും സമ്മതിക്കും. ഭീകരാക്രമണം നടത്തി ജനത്തെ കൊന്നു കൊലവിളി നടത്തുന്ന മൃഗസമാനമായ മനുഷ്യർ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. മുസ്ലിങ്ങൾ നല്ല മനുഷ്യരാണ്, പക്ഷെ അവരുടെ ഇടയിൽ ഭീകരന്മാർ ഒട്ടനവധിയുണ്ട്. അവരോടാണ് ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നതെന്ന് ഇസ്രയേൽ പറയുന്നത്. 20 ലക്ഷത്തോളം മുസ്ലിങ്ങൾ ഇസ്രയേൽ രാഷ്ട്രത്തിലുണ്ട്. അവരെ സംരക്ഷിക്കുകയാണ് ആ രാഷ്ട്രം. ആ രാഷ്ട്രത്തോട് ആ മുസ്ലിങ്ങൾക്ക് കൂറുണ്ട്. അവർക്ക് പ്രാർത്ഥിക്കാനും അവരുടെ ആത്മീയ കാര്യങ്ങൾ നടത്താനും അവർ തടസ്സമല്ല. ഇസ്രയേൽ രാജ്യത്തെ അവർ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. എന്നാൽ ഭീകരന്മാരെ അവർ വെറുക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക, ഈ ഭീകരവാദം ഈ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടാനാണ്. നടക്കുമെന്ന് തോന്നില്ല. ഇവരുടെ ഉസ്താദാണല്ലോ യേശുക്രിസ്തു. വലിയ ഭീകരവാദിയാണല്ലോ, ദുഷ്ടനും കൊലപാതകനുമാണല്ലോ, ചതിയനും വഞ്ചകനുമാണല്ലോ. അവൻ്റെ ആത്മാവോടുകൂടിയാണല്ലോ അവൻ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ഈ ദുഷ്ടതയൊന്നും മാറാൻ പോകുന്നില്ല. ദുഷ്ടതയുടെ നടുവിലൂടി ദൈവവചനം അനുസരിച്ച് ജീവിച്ച് അബയൂല ദേശത്തേക്ക് പോകാൻ ഒരുങ്ങണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 42-ലും ആ വാക്യം കിടപ്പുണ്ട്. ഇതൊക്കെ പഠിക്കുന്നവർക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര വിശദമായിട്ട് എടുത്ത് പറയുന്നത്. 10:42 പത്രോസ് പറയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ ഇവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്നവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായുള്ളവൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏത് മനുഷ്യനും ഒരിക്കലും മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ എന്ത് ചെയ്യുന്നു? നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിച്ചത് ആർക്ക് മാറ്റാൻ പറ്റും? ഞാൻ ഒരു പത്രത്തിൽ ഇന്നല്ല വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചു കേട്ടു, 2030-40 കാലഘട്ടം വരുമ്പോൾ മമ്മികളായ ഡെഡ് ബോഡികൾക്ക് മനുഷ്യൻ ജീവൻ കൊടുക്കും. അപ്പോൾ ഒരു വാസു പ്രസംഗിച്ച് എനിക്ക് വളരെ സ്വീകാര്യമായി. അദ്ദേഹം എങ്ങനെ പ്രസംഗിച്ചു? കൊത്തി കൊത്തി മരത്തിൽ കയറി കൊത്തുന്നവനെ എന്ത് ചെയ്യും?